ഒന്നിനും സമയം കിട്ടുന്നില്ല, തികയുന്നില്ല എന്ന പരാതിക്കാരാണ് നമ്മളിൽ പലരും. അങ്ങനെയെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂർ എന്നത് 25 മണിക്കൂറായാൽ എങ്ങനെയിരിക്കും? ഇതെങ്ങനെ സാധ്യമാകുമെന്നല്ലേ നോക്കാം. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ പൂർണ്ണമായി ചുറ്റിക്കറങ്ങാൻ എടുക്കുന്ന സമയം ഏകദേശം 24 മണിക്കൂറാണ്. ഈ പരിക്രമണം അഥവാ റൊട്ടേഷൻ ആണ് ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം 24 മണിക്കൂറാകുന്നത്. എന്നാൽ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 25 മണിക്കൂറാകാൻ സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രലോകം ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. അമേരിക്കയിലെ വിസ്കോൺസിൻ മാഡിസൺ സർവകലാശാലയിലെ ഗവേഷകർ ചന്ദ്രന്റെയും ഭൂമിയുടെയും ദൂരത്തെക്കുറിച്ച് നടത്തിയ പഠനത്തിൽ നിന്നാണ് പുതിയ കണ്ടെത്തൽ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളമാണ് ഏകദേശം 3,84,000 കിലോമീറ്റർ ദൂരെയുള്ള ചന്ദ്രൻ. ഭൂമിയും ചന്ദ്രനും പരസ്പരം പലതര ഭൗതിക സ്വാധീനങ്ങളുണ്ട്. ഭൂമിയിൽ നടക്കുന്ന വേലിയേറ്റം പോലെയുള്ള പ്രതിഭാസങ്ങൾ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം കാരണം അനുഭവപ്പെടുന്നതാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയാണ് ചന്ദ്രനെ ഭൂമിക്ക് ചുറ്റും വലം വയ്ക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഭൂമിക്കും ചന്ദ്രനും തമ്മിലുള്ള പരസ്പര ഗുരുത്വാകർഷണ ശക്തി അവ തമ്മിലുള്ള പ്രധാന ബന്ധത്തിന്റെ അടിസ്ഥാനമാണ്. ചന്ദ്രൻ പ്രതിവർഷം ഭൂമിയിൽ നിന്ന് 3.82 സെന്റിമീറ്റർ അകലുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള വലിയ ദൂരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ ചെറുതാണ്. എന്നാൽ ശതകോടിക്കണക്കിന് വർഷം കൊണ്ട് ഇത് വലിയ ദൂരമാകും. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഇവയ്ക്കിടയിലുള്ള ഗുരുത്വാകർഷണവും വ്യത്യാസപ്പെടുന്നു. ഇത് ഭൂമിയുടെ പരിക്രമണത്തെ ബാധിക്കുന്നു. പതുക്കെ പതുക്കെ ഇത് ദിവസങ്ങളുടെ ദൈർഘ്യവും വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ഭൂമിയിലെ ഒരു ദിവസം 25 മണിക്കൂറായി വർദ്ധിക്കും. ദിവസത്തിന് നീളമേറുമ്പോൾ വർഷവും നീളും. ചന്ദ്രൻ ഭൂമിയിൽ നിന്നും അകലുന്നു എന്നത് ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് പുതിയ അറിവല്ല. വർഷങ്ങൾക്ക് മുൻപേ സ്ഥിരീകരിച്ചതാണിത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പഠനം ഈ പ്രതിഭാസത്തെക്കുറിച്ച് സമഗ്രമായ അറിവ് ശാസ്ത്രലോകത്തിന് നൽകുന്നു. ഭൂമിയുടെ ചരിത്രം പരിശോധിച്ചാൽ ദിവസങ്ങൾക്ക് നീളം കൂടി വരുന്നത് കാണാം. 1.4 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ ഒരു ദിവസം വെറും 18 മണിക്കൂർ മാത്രമായിരുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് മന്ദഗതിയിൽ അകന്നു പോകുന്നത് മൂലം ഭൂമിയുടെ പരിക്രമണ വേഗം കുത്തനെ കുറയുകയും ഒരു ദിവസം 24 മണിക്കൂറായി മാറുകയും ചെയ്തു. ചന്ദ്രൻ അകന്നു പോകുന്നതോടെ ഭൂമിയുടെ പരിക്രമണ വേഗം കുറയുമെന്ന് വിസ്കോൺസിൻ മാഡിസൺ സർവകലാശാല പ്രൊഫസർ സ്റ്റീഫൻ മേയേഴ്സ് പറയുന്നു. ഇത് മറ്റെന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമോ എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളും നടക്കുന്നുണ്ട്. ഒരു ദിവസം 25 മണിക്കൂറാകാൻ ഇനിയും 200 ദശലക്ഷം വർഷങ്ങൾ വേണ്ടിവരും. അതായത് നമ്മുടെ മനുഷ്യായുസ്സിൽ ഒരു ദിവസം എന്നത് 24 മണിക്കൂറായി തന്നെ തുടരും.